ഫിലിപ്പോസ് ചേട്ടൻ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ നീയും കുത്തിയിരുന്നോടാ. അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും. അപ്പൊ ഞാൻ കാട്ടുകിടന്ന് ചത്തുപോയാലോ? ചത്തുപോയാൽ നിന്റെ ശവം അവിടെ കുഴിച്ചിട്ടിട്ട് അച്ഛനോട് ഒന്ന് വിവരം പറയും. ഓ എന്റെ തള്ളേ. ആമ്പിള്ളേരായാലേ ജോലി ചെയ്ത് ചോറ് തിന്നണോടാ. ഈ ചേട്ടൻ എന്തൊരു പേടിയാ. ഞാൻ ആണായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ കൂടെ പോയേനെ. കാട്ടില് ഇത്ര വർഷം പോകുന്ന അത്യ, പിന്നെ ആനയും പുലിയും സിംഹവും കരണ്ടിയും. എടി നിനക്കൊരൊറ്റ ആങ്ങളല്ലേ ഉള്ളൂ. എടാ മതി, പല്ല് വെച്ച് പോവാൻ നോക്കാം. ചാകാൻ പോകുമ്പോ എന്തിനാ പല്ല് വെക്കുന്നത്? എടാ പരമേ, അങ്ങനെ അങ്ങ് ഓടല്ലേ ചേട്ടാ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അച്ഛനെന്നെ മനക്കി കൊണ്ടുപോകരുത്. അച്ഛന് ഞാനൊരൊറ്റ മോനല്ലുള്ളൂ അച്ഛ. എടാ പൊന്നു മക്കളെ, ഞാൻ നിനക്കൊരു ഒറ്റ തന്തയല്ലേ ഉള്ളൂടാ. ഞാൻ പോകുന്നുണ്ടല്ലോ. അച്ഛനും പോണ്ട. നമുക്ക് വർദ്ധുലിനോട് പറഞ്ഞ് കുറച്ച് ഈറ്റത്തൈകൾ വാങ്ങി ഇവിടെ നട്ടു വളർത്തിയിട്ട് വെട്ടിക്കളിക്കാം. ആ കാര്യത്തെ കൊന്നുകളും തന്നെയാണ്. ഓ ദൈവമേ, ലോകത്തിൽ ഒരുത്തർക്കും ഇങ്ങനത്തെ തമ്പനും തള്ളലും കൊടുക്കരുത്. ആ കാര്യത്തെ കൊന്നുകളും തന്നെയാണ്. വെട്ട്. ആ